വാർത്താ കേരള പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വ്ളോഗ് ഞങ്ങൾ ഊട്ടിയിൽ പോകാനുള്ളതാണ്. ഞങ്ങൾ നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 6 മണിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു 6-6:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ നാടുകാണി ചുരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിപ്രായമൊന്നുമില്ല പ്രാവശ്യം. അപ്പോൾ നമ്മളിങ്ങനെ നാടുകാണി ചുരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരമൊക്കെ ഇപ്പോൾ നന്നാക്കിയിട്ടുണ്ട്. റോഡൊക്കെ നല്ല റോഡാണ്, മുമ്പത്തെ പോലെ നല്ല ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. രാവിലെയാണ്, അപ്പോൾ ചുരത്തിലുള്ള ഡ്രൈവിങ്ങിനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം. ഓക്കെ ഷഫ്, നല്ല കാലാവസ്ഥയാണ്, തണുപ്പുണ്ട്. കയറിയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ, കണ്ടില്ലേ? ഇപ്പം നല്ല കാഴ്ചയാണിത്. റോഡൊക്കെ അടിപൊളി റോഡാണ്, വളരെ നീറ്റായിട്ടുള്ള റോഡാണ്. നല്ല അടിപൊളി കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ കാണാനും. ഇത് എപ്പോഴും പറയും പോലെ തന്നെ എല്ലാ ചുരം വയനാടായാലും ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയെന്ന് പറയും. അത് കാണിച്ചെടുത്ത ആദിവാസികളാണ്. അതേപോലെ തന്നെയാണ് നാടുകാണി ചുരവും ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരത്താണ്. അതും ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നാടുകാണി ചുരത്തിലൂടെ യാത്ര അതിഗംഭീരാണ്. നേരത്തെ ഇത് വളരെ ഒരു ചെറിയ റോഡായിരുന്നു കേട്ടോ. യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വാഹനങ്ങളൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ ഊട്ടി യാത്രയാണ്. എന്തൊക്കെ വേണ്ടി വരും എന്നുള്ള അറിയില്ല, ബോർഡർ കിടക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ അക്ഷയെന്നൊരു ഇതൊക്കെ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബോർഡർ കിടക്കാനുള്ള പാസ്സൊക്കെ ശരിയാക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത് കാണിച്ചു കൊടുത്താൽ അവിടുന്ന് ഊട്ടി വരെ പോകാം എന്ന് അറിവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വലിയ ട്രക്ക് ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമാണ്, കണ്ടില്ലേ പോയിന്റുകളൊക്കെ. ആനൻ്റെ നോട്ടിഫൈ ചെയ്യണ്ടല്ലോ കൊടുത്തു. ആന ഇവിടെ ഇറങ്ങണ രാത്രിയായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം ശ്രദ്ധിച്ച് പോകണമെന്നാണ് ഉള്ളത്. ചില സ്ഥലത്ത് ഈ സൈൻ ബോർഡുകളൊക്കെ മറിച്ചിട്ടിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആന മറിച്ചിട്ടതായിരിക്കാം. ഇത് നല്ലൊരു യാത്രയാണ് കേട്ടോ ഇതിലൂടെ ഉള്ളത്. അതും നല്ല റോഡും നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാം. ഇതിൻ്റെ കാഴ്ച നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അതിൽ പോകുന്ന സമയത്ത് നല്ല അടിപൊളി വ്യൂ പോയിന്റുകളും മാതിരിയാണ്, നല്ല കാഴ്ചയാണുള്ളത്. ചില ഏരിയകളിൽ ഇത് രണ്ടാമതും ശരിയാക്കിയ ഏരിയ ആണെന്ന് തോന്നുന്നത്. നേരത്തെ മല ഇടിഞ്ഞിട്ട് രണ്ടാമത് ബ്ലോക്കായി ഉണ്ടായിരുന്നു ഈ നാടുകാണി ചുരം വഴിയുള്ള. അപ്പോൾ ഇതിപ്പോൾ ശരിയാക്കിയാന്ന് തോന്നണം. ചെറിയ രീതിയിൽ ചെറിയ പാറ പൊട്ടി വീണിട്ട് ഇടക്ക് ബ്ലോക്ക് ആവാറുണ്ട്. മഴക്കാലത്താണ് കൂടുതലായിട്ട് ഇതുണ്ടാകുന്നത്. ഒരു നല്ല യാത്രയാണ് കേട്ടോ അത്. നല്ല എന്നുവെച്ചാൽ ഈ റോഡുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ റോഡുകൾ നല്ല റോഡാണ്. കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. എന്താ കണ്ടില്ലേ, കുരങ്ങന്മാർ കുറേ കണ്ടു. ഇപ്പോൾ സൈഡിലായിട്ടൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇതാ വരി വരിയായി നിൽക്കുന്നു. പക്ഷേ ഇവർക്ക് ഭക്ഷണമൊക്കെ ആരെങ്കിലും ഇട്ട് കൊടുക്കണമെന്ന് അറിയില്ല. കാരണം കോവിഡ് ആയതുകൊണ്ട് യാത്രകളിൽ ആൾക്കാർ യാത്രയൊക്കെ വളരെ കുറവാണല്ലോ. ചിലപ്പോൾ എന്താണെന്നറിയില്ല, എന്തായാലും അവർ കാത്തു നിൽക്കുന്നുണ്ട്. ഇതിൽ റോഡാണ് ഒരു രക്ഷയില്ല. കാരണം നേരത്തെ ഞങ്ങളിതിൽ കുറേ വർഷങ്ങൾ മുമ്പ് ഈ പണി നടക്കുന്നതിന് മുന്നേ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ റോഡ് വളരെ മോശമായിരുന്നു. പോരാത്തതിന് ആനയൊക്കെ വളരെ അടുത്ത്, രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആനയൊക്കെ വളരെ അടുത്തായിട്ട് കണ്ടിട്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ റോഡിന് ഇത്ര വീതിയും അതേപോലെ നല്ല സജ്ജീകരണത്തോടെയാണ് ഇന്നത്തെ റോഡുള്ളത്. അത് ക്യാമറയിലൊന്നും ആ കാഴ്ച അത്രക്കും ഗംഭീരമായിട്ട് കാണാൻ പറ്റില്ല. യാത്ര തന്നെ ചെയ്യണം, നമുക്കത് ആ ഭംഗി
കാണാൻ സാധിക്കുള്ളൂ. അതാ ബ്ലോക്കാക്കിയല്ലോ കുരങ്ങന്മാര്. നാടുകാണി ചുരം നമ്മൾ ഗൂഡല്ലൂർ വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് യാത്ര ചെയ്യുക, എന്നിട്ട് ഊട്ടി വരെ പോവാം എന്നുള്ള പദ്ധതിയിലാണ് പോണത്. ചുരത്തിലൂടെ യാത്ര അത്രക്കും സൂപ്പറാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്, എന്താ ഭംഗിയുള്ള കാഴ്ചകളാണ് ചുരത്തിലൂടെയുള്ള യാത്ര. ചില ആൾക്കാർ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട് സൈഡ് നിർത്തി. നമ്മൾ തമിഴ്നാട് എത്തി കേട്ടോ. കേരള അതിർത്തി കഴിഞ്ഞ് തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ റോഡൊക്കെ വളരെ ഇതാട്ടോ, നല്ലൊരു മാറ്റം നമുക്ക് തോന്നും. ഈ റോഡ് കേരളത്തിൽ നിന്ന് ഉള്ള റോഡ് അടിപൊളി റോഡ്, അത് കഴിഞ്ഞിട്ട് വളരെ ഇടുങ്ങിയ പോലെയാണ് ഈ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോഡൊന്നും അത്ര നല്ലതായി കാണില്ല. ഇവിടെയും ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, ആനകളെ സൂക്ഷിക്കണം എന്നുള്ളതും പറഞ്ഞിട്ട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ റോഡ് മോശമാണ്, ഇങ്ങനെ കുഴികളും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ ഒരു യാത്ര എത്തി ഊട്ടി തന്നെ മടങ്ങി വരുമ്പോൾ അന്ന് ഈ ഏരിയകളിലൊക്കെ നല്ല റോഡായിരുന്നു. നമ്മൾ കേരളം സൈഡിൽ അന്ന് വളരെ മോശം റോഡായിരുന്നു. ഇത് കാഴ്ച ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ കാണാനുള്ളത്. കാഴ്ച ഒരു രക്ഷയില്ല, അത്രക്കും ഭംഗിയുണ്ട്. കേരളം കടന്ന് നമ്മൾ ഗൂഡല്ലൂർ ഏരിയയിലോട്ട് അങ്ങനെ പോയിട്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഒരു വേറെ തന്നെ ഒരു മാറ്റം തന്നെയാണ്. കാലാവസ്ഥയായാലും പ്രത്യേക ഒരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ. ഗൂഡല്ലൂർ എത്തുമ്പോഴൊക്കെ നമുക്ക് തണുപ്പ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. തേയിലത്തോട്ടങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ യാത്രക്കിടയിൽ നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, കാണാനില്ല. ഇവിടെ എത്തിയവർ വേറൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ കേരള സൈഡിനായിട്ട് വേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂസാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിപ്പം തമിഴ്നാട്ടിൽ നമ്മൾ കിടക്കണ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇവിടെ വാഹനത്തിന് പിന്നെ കാറിന് 30 രൂപയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന്. ഇത് വണ്ടി ഇങ്ങനെ ക്യൂ ആയി നിൽക്കുന്നുണ്ട്. ഇതെന്ത് ചെക്കിംഗ് ആണെന്ന് അറിയില്ല. കുറേ പേര് തടഞ്ഞ്, ഇത് എന്താണ് ഓഫീസേഴ്സ് ആണോ എന്നറിയില്ല, തടഞ്ഞു നിൽക്കുന്നുണ്ട്. ஊட்டி ஊட்டி கேரளா பாஸ் போட்டிருக்காங்க. அது பாஸ் அது தமிழ்நாடு பாஸ் வேணும். அது கேரளா பாஸ். டிஎன் பாஸ் தான். கேரளா பாஸ் இது கேரளா, தமிழ்நாடு வேற. இது தமிழ்நாடு இல்ல, கேரளா பாஸ். இங்க பாருங்க. அந்த மாதிரி பாஸ் வேணும். ഇവർ പറയുന്നത് തടഞ്ഞെടുത്ത് പറഞ്ഞത് നമ്മൾ കാണിച്ചു കൊടുത്ത പാസ് കേരള പാസ്സാണ്, തമിഴ്നാട് പാസ്സല്ല എന്നിട്ടാണ്. ഞങ്ങൾ അക്ഷയയിൽ നിന്ന് ഒരു പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തോട്ടാണ് പറഞ്ഞത് ഇങ്ങനെ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണെന്നുള്ളതൊരു നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പോലീസ് പറഞ്ഞു, അവരുടെ അടുത്ത് കാണിച്ചു കൊടുത്ത് അവരും പറഞ്ഞു തമിഴ്നാട് പാസ് വേറെയാണ്. അപ്പോഴാണ് അവർ അടുത്തുള്ളൊരു ഷോപ്പിൻ്റെ അടുത്ത് നിർത്തിയപ്പോൾ ആ ചേച്ചി അവിടുന്ന് അവരും ചെയ്യുന്നുണ്ട് പാസ്സില്ലാതെ നമുക്ക് തമിഴ്നാട് കടക്കാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ പാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, പോലീസ് അവിടെ ചെക്കിംഗ് ഉണ്ട്. ആ സൈഡിൽ ഓരോ വാഹനങ്ങളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ ലോറികളും മറ്റുമായിട്ട് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട്. നേരത്തെ ഞങ്ങളെ തടഞ്ഞിരുന്ന ആൾക്കാരാണത്. അവർ നേരിക്ക് ഞാൻ കരുതി ഓഫീസറും മറ്റോ ആയിരിക്കുന്ന, പക്ഷെ അവർ ഈ പാസ് ശരിയാക്കി കൊടുക്കുന്ന ആൾക്കാരാണ്. അവർ കുറേ പേരുണ്ട് ഇങ്ങനെ പാസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ
ഓരോ വാഹനം വരുമ്പോഴും ഗൈഡുമാരെ മാതിരി മുന്നോട്ട് ചാടി ഇറങ്ങുകയാണ്. ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഈ വരുന്ന ആൾക്കാരെ നിന്ന് എത്രത്തോളം ക്യാഷ് കിട്ടും നോക്കിയിട്ടായിരിക്കാം എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഞങ്ങളത് അവിടുത്തെ എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസും ഓരോരുത്തർ രേഖ എടുത്തിട്ട് ഈ ഷോപ്പിലെ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലോട്ടുള്ള ഓരോ ഭക്ഷണങ്ങളും മറ്റതൊക്കെ ആയിട്ട് വലിയ വലിയ ലോഡ് വാഹനങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അവസാനം ഞങ്ങൾ അരമണിക്കൂറിൽ കൂടുതൽ അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് പാസ് റെഡിയായത്. ഒരു മഞ്ഞക്കടലിലൊരു പാസ്സാണത്, തമിഴ്നാടിൻ്റെ. നമുക്കൊരു എന്നിട്ട് അത് കാണിച്ചു കൊടുത്ത് പോലീസ് അത് അവരെ ബുക്കിൽ എഴുതി ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ കടത്തി വിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഊട്ടിയിലോട്ട് വരുമ്പം ഈ പാസ് ശ്രദ്ധിക്കണം, ഓൺലൈനിൽ ചെയ്യായിരിക്കും. ഞങ്ങളെ 100 രൂപ ഞങ്ങളോട് നിന്ന് ഇവർ വാങ്ങിച്ചു ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോരുത്തരോട് ഇവർ ക്യാഷ് വാങ്ങിക്കുന്നുണ്ട് വേറെ ഈ പാസ് രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നതിന് മുന്നായിട്ട് നാട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ അക്ഷയ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഞങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പക്ഷേ ഞങ്ങൾ അത് ഓൺലൈനിൽ ചെയ്തപ്പോൾ ശരിയായില്ല. അപ്പോൾ പിന്നീട് ഞങ്ങൾ അക്ഷയ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ശരിയാക്കി കിട്ടിയപ്പോൾ, പക്ഷേ ആ പാസ് നേരിട്ട് കേരളത്തിലോട്ട് മടങ്ങുമ്പോൾ മാത്രം കൊടുക്കേണ്ട പാസ്സാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര നീങ്ങിക്കൊടുക്കുകയാണ്. ഇനി വീണ്ടും നല്ല വ്യൂകൾ ഉള്ളത് ഞങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ തമിഴ്നാട് പാസ്സൊക്കെ എടുത്ത് ഊട്ടിയിലേക്കുള്ള യാത്രയിലോട്ട്